ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ജെല്ലി ഫിഷ് ഉണ്ടാക്കാനാട്ടോ. നിങ്ങളെല്ലാം ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ആ ടീസർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ജെല്ലി ഫിഷ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു ജെല്ലി ഫിഷ് ബോട്ടിലിൻ്റെ ഉള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലൊരു ബോട്ടിലും കുറച്ച് പ്ലാസ്റ്റിക് കവറും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ജെല്ലി ഫിഷ് ഉണ്ടാക്കാം ആദ്യം. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ അതിന് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, നമുക്ക് കുറച്ച് കയ്യിലുള്ള സ്കെച്ച് പെൻ എടുക്കാം, എന്നിട്ട് അത് കളർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന റെഡ് കളർ എടുത്തിട്ട് നമുക്ക് നടുവിലൊരു റൗണ്ട് വരയ്ക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ ജെല്ലി ഫിഷ് കിടക്കണതാണ് ഭയങ്കര ഭംഗിയായിരിക്കും ഇങ്ങനെ കളർ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിനാണ് നമ്മൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അതിന് ശേഷം വേറെ ഞാൻ നീല എടുത്തിട്ട് ഇങ്ങനെ സ്ട്രൈപ്സ് വരച്ചു കൊടുക്കുകയാണ്. ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഇത് കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് സ്കെച്ച് പെൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, ഈ കവറിൻ്റെ നടുവിനെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മുടെ ഇതുപോലെ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഏകദേശം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഇതുപോലെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ ഒരു ത്രെഡ് വെച്ചിട്ട് ഒരു നോട്ട് ഇടാൻ പോവാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ, എന്നാലേ നമ്മളിത് നമ്മുടെ ബോട്ടിലോട്ട് ഇറക്കുമ്പോൾ അതിങ്ങനെ പാറി കളിക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു നൂല് വെച്ചിട്ട് ഒരു നോട്ട് ഇടാം. ഒരു നൂലെടുക്കുന്നുണ്ട്, ഒരു നോട്ട് ഇടാൻ പോകണം ഇവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ജെല്ലി ഫിഷിൻ്റെ ബോഡി റെഡിയാക്കിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ നൂല് വെച്ച് കെട്ടിയപ്പോൾ ബോഡി ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിൽ ജെല്ലി ഫിഷിൻ്റെ കാലുകൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് കാലുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 10-12 കാലുണ്ടാവും ഒരു ജെല്ലി ഫിഷിന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ വെട്ടിയിട്ട്, ഇതുണ്ടല്ലേ, ഇങ്ങനെ സ്ട്രൈപ്സ് ആക്കി കൊടുക്കണം. ചെറിയ എന്താ പറയുക, ജെല്ലി ഫിഷിൻ്റെ കാല് പോലെ ആക്കി കൊടുക്കണം നമ്മളിങ്ങനെ വെട്ടിയിട്ട്. ഇത് അധികം വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഏകദേശം ഒരു 10-12 കാല് പോലെ വെച്ചാൽ മതി. കാരണം അധികം ആയി കഴിഞ്ഞാൽ അത് ബോട്ടിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഓടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 10-12 കാല് ഇങ്ങനെ വെട്ടിയിട്ട് ആക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ജെല്ലി ഫിഷ് റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ കറക്റ്റായിട്ട് ഒരു 10-12 സ്ട്രാൻഡ്സ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മുടെ വാട്ടർ ബോട്ടിൽ എടുക്കുക. ഏതിലാണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ജെല്ലി ഫിഷ്, ആ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം അര ബോട്ടിലാണ് ഞങ്ങൾ വെള്ളം നിറച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോണത്, നമ്മുടെ ജെല്ലി ഫിഷിനെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പം അതിൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ബാക്കി കൂടെ വെള്ളം ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്ര വെള്ളം ഒഴിക്കുക ആദ്യം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ഉജാലയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഉജാല. ഈ ഉജാല എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 2-3 തുള്ളി ഉജാല ജസ്റ്റ് ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം. ഒരു 4 തുള്ളി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുലുക്കി നോക്കാം എത്രത്തോളം കളർ വരുന്നുണ്ടെന്ന്. ഏകദേശം ഇത് മതി. 4 തുള്ളിയിൽ അത്യാവശ്യം നല്ല കളർ വരുന്നുണ്ട് കണ്ടോ. ബാക്കി വെള്ളം കൂടെ ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എന്തായാലും നിറഞ്ഞു നിൽക്കണം വെള്ളം, കാരണം ഇല്ലെങ്കിൽ എയർ ബബിൾസ് ഫോം ആവും. അതുകൊണ്ട് നിറച്ചും വെള്ളം ഒഴിക്കണം. ഈ വായ അടപ്പ് വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നല്ലപോലെ നമ്മൾ വെള്ളം ഇതുവരെ നിറച്ചിരിക്കുകയാണ്, വായവട്ടം വരെ. ഇനി നല്ലപോലെ ടൈറ്റായി ഒന്ന് അടച്ചു കൊടുക്കാം. അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി ഒന്ന് കുലുക്കി. ഇപ്പം നമ്മുടെ ജെല്ലി ഫിഷ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് തന്നെ ഫസ്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ലൈറ്റ് മാത്രം വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം.
ഗൈസ്, നിങ്ങൾക്ക് ഇതന്നെ വേണമെങ്കിൽ കുറച്ച് ഗ്ലിറ്റർ ഇട്ടും പരീക്ഷിക്കാം. ഞങ്ങളപ്പോൾ കുറച്ച് ഗ്ലിറ്റർ ഇട്ട് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ ചെയ്ത് ഉജാല വെച്ചിട്ടാണ്, ഉജാല വെള്ളം വെച്ചിട്ടാണ് ചെയ്ത്. നിങ്ങൾക്ക് ഇനി ഉജാല തന്നെ എടുക്കണമെന്നില്ല. വല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്തിട്ട് ചെയ്യുക. നല്ല ഭംഗി ഉണ്ടാവും കാണുമ്പോൾ. അതുപോലെ ഗ്ലിറ്റർ യൂസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മിന്നണ ചെറിയ ചെറിയ സാധനങ്ങൾ ബീഡ്സ് ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് യൂസ് ചെയ്യുക. അതേപോലെ ചെറിയ ചെറിയ ഫിഷൊക്കെ കിട്ടും ഈ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെ നമ്മുടെ ഈ ജെല്ലി ഫിഷും ആ ഫിഷും കൂടെ ഇങ്ങനെ കളിക്കാനാണ് ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച കാണുന്നവരായിരിക്കും. ക്യാമറമാൻ ശ്രീരാജിനൊപ്പം മിക്സ് മ്യൂസിയം. ടാറ്റാ.